ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സെപ്റ്റംബർ 9 വിശുദ്ധ പീറ്റർ ക്ലാവർ. ഒരു ദിവസം നോട്ട് ബുക്കിൽ കോളേജ് കുമാരൻ ഇങ്ങനെ കുറിച്ചിട്ടു: മരണം വരെ ഞാൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്. ഇക്കാര്യം ഞാൻ എപ്പോഴും ഓർക്കണം. അടിമയാണ് ഞാൻ എന്ന കാര്യം മറക്കുകയും ചെയ്യരുത്. ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ്. ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്. ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ്. ദൈവമാണ് യജമാനൻ. ഇക്കാര്യം ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ആ യുവാവാണ് പീറ്റർ ക്ലാവർ. 1580 അദ്ദേഹം ജനിച്ചത്. 1654 അദ്ദേഹം മരിച്ചു. സ്പെയിനിൽ നിന്നുള്ള ഈശോസഭ വൈദികനായിരുന്നു. കൊളംബിയയിലെ അടിമകളെയും ആഫ്രിക്കൻ അമേരിക്കൻ ആളുകളെയും ശുശ്രൂഷിച്ചതിനാൽ അവരുടെ പാലക പുണ്യാളനായിട്ടാണ് അറിയപ്പെടുന്നത്. 40 സംവത്സരമാണ് കൊളംബിയയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. 3 ലക്ഷം പേരെ മാമോദിസ മുക്കിയെന്നാണ് കണക്ക്. അത് ഇപ്പോൾ നമുക്ക് തോന്നുന്നു അതിശയോക്തിയാണ്. 16-ാം നൂറ്റാണ്ടിൽ അതൊന്നും അത്ര അസംഭവ്യമല്ല, അതിശയോക്തിയുമല്ല. സ്നേഹത്തെ ക്രൈസ്തവമായി പ്രയോഗത്തിൽ വരുത്തുന്നത് എങ്ങനെ, മനുഷ്യാവകാശങ്ങളെ ക്രൈസ്തവർ പ്രയോഗത്തിൽ വരുത്തുന്നത് എങ്ങനെ എന്നിവയ്ക്കെല്ലാം വളരെ ശ്രേഷ്ഠമായ മാതൃകയാണ് ഈ പീറ്റർ ക്ലാവർ. ബാഴ്സലോണ, സ്പെയിനിലെ ബാഴ്സലോണയിൽ നിന്ന് 87 കിലോമീറ്റർ അകലെ വെർദു എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ബാഴ്സലോണയിലെ സർവകലാശാലയിലാണ് പഠിച്ചത്. 20-ാം വയസ്സിൽ ഈശോസഭയിൽ ചേർന്നു, ജെസ്യൂട്ട്സ്. കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ അൽഫോൻസോസ് റോഡ്രീഗസ് എന്ന് പറയുന്ന ഒരാളെ കണ്ടു. ഒരു അൽമായൻ, പക്ഷെ വിശുദ്ധനായ മനുഷ്യൻ. അദ്ദേഹമാണ് ന്യൂ സ്പെയിൻ എന്ന് വിളിക്കപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ കോളനികളിൽ പ്രേക്ഷ്യ ദൗത്യത്തിന് പോകാനായിട്ട് ഈ പീറ്റർ ക്ലാവറെ പ്രേരിപ്പിച്ചത്. ഒരു അൽമായനാണ് പ്രേരിപ്പിച്ചത് ഈശോസഭ വൈദികനെ. ഏത് അൽമായർക്കും വൈദികരെ പ്രചോദിപ്പിക്കാമെന്ന തെളിവ് കൂടിയാണത്. ഖനികളിലെ ജോലി ചെയ്യാനായി അങ്കോള, കോങ്കോ എന്നിവിടെ നിന്ന് അടിമകൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു സാഹചര്യം, ദയനീയ സാഹചര്യം ക്ലാവർ കണ്ടു. ക്ലാവറിന് ഉറക്കം നഷ്ടപ്പെട്ടു. മനുഷ്യരെ ചന്തയിൽ വിൽക്കുകയും അടിമകളായി കൊണ്ടുപോയി ഖനികളിൽ പണിയെടുപ്പിക്കുകയെന്ന് പറഞ്ഞാൽ കാളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിനേക്കാൾ മോശമായിട്ട് അതട്ട് പണിയെടുപ്പിക്കുകയാണ് മനുഷ്യരെ കൊണ്ട്. ഓരോ വർഷം ഏതാണ്ട് 10,000 അടിമകളെയാണ് കർത്തഗേനെ എന്ന തുറമുഖത്ത് കൊണ്ടുവരുന്നത്. 1/3 ആളുകൾ വഴിയിൽ മരിച്ചു വീഴുന്നു. പോൾ 3-ാമൻ മാർപ്പാപ്പയും ഉർബൻ 8-ാമൻ മാർപ്പാപ്പയും ഏറ്റവും അപകടകാരിയായ പ്രതിനായകൻ എന്ന് വിലയിരുത്തി അടിമത്തം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരും അത് ചെവിക്കൊണ്ടില്ല. നമുക്കറിയാം, പിന്നീട് എബ്രഹാം ലിങ്കനാണ് അമേരിക്കയിൽ പോലും അടിമത്തം സമ്പ്രദായം നിർത്തലാക്കിയത്. സുപ്രീം വില്ലനി എന്നാണ്, ഏറ്റവും അപകടകാരിയായ പ്രതിനായകനാണ് അടിമത്ത സമ്പ്രദായം. നമ്മൾ ഓർക്കണം, ഇപ്പോഴും ഹ്യൂമൻ ട്രാഫിക് ഉണ്ട്, മനുഷ്യക്കടത്ത്. ഇന്ത്യയിൽ നിന്നുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് ധാരാളമുണ്ട്, അഫ്ഗാനിസ്ഥാൻ, അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികളെ 9 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സ് തൊട്ട് 11-12 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ അടിമകളായി കൊണ്ടുപോകുന്നു. എന്നിട്ട് മാർക്കറ്റിൽ വിൽക്കുന്നു. ഏറ്റവും ഇളം പ്രായമുള്ള കുട്ടികൾക്ക് ഏറ്റവും വലിയ തോതിൽ വാങ്ങിച്ച് എന്തിനാണത്? ഡ്രഗ് ഇല്ലേ, മയക്കുമരുന്ന് ക്യാരി ചെയ്യാനും പിന്നെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ലൈംഗിക ദുരുപയോഗത്തിനും. അപ്പോൾ ഈ അന്ന് അടിമത്ത സമ്പ്രദായം ജോലി ചെയ്യാനാണെങ്കിൽ ഇന്ന് അടിമകളായിട്ട് വിൽക്കപ്പെടുന്നത് ഇങ്ങനെ സെക്സ് ടൂറിസം എന്ന് പറയുന്ന ഏറ്റവും അപകടകാരിയായ ലൈംഗിക വിനോദം എന്ന് പറയുന്ന സെക്സ് ടൂറിസം, അങ്ങനെ ഒരു ടേം തന്നെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. അപ്പോൾ ഇതൊരു ഇപ്പോഴും അടിമത്ത സമ്പ്രദായം ഉണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അന്ന് ജോലി എടുക്കാൻ വേണ്ടിയാണ് അടിമത്ത സമ്പ്രദായമെങ്കിൽ ഇന്നിങ്ങനെയാണ്. അന്നും ഈ തരത്തിലുള്ള ദുരുപയോഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഏതായാലും ഈ ഇത്തരം അടിമകളെ സഹായിക്കാൻ പീറ്റർ ക്ലാവർ തീരുമാനിച്ചു. അവർ കൊണ്ടുപോയിരുന്ന കപ്പലിൽ അദ്ദേഹം കയറി. മരുന്നും ഭക്ഷണവും വസ്ത്രവും അദ്ദേഹം അവർക്കായി കരുതി. പരസ്പരം സഹായിക്കാൻ പഠിപ്പിച്ചു, പരസ്പരം ബഹുമാനിക്കാൻ പഠിപ്പിച്ചു. പലരെയും ക്രിസ്ത്യാനികളെ മാമോദിസ മുക്കി. പിന്നെ അവരായി പ്രേക്ഷിതർ. അവസാന കാലമായപ്പോൾ ക്ലാവറിൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അദ്ദേഹം ഇങ്ങനെ രോഗിയായി, വയ്യാതായി. 4 വർഷം ഇടഞ്ഞാണ് ജീവിച്ചത്. ആരും തിരിഞ്ഞു നോക്കിയില്ല. ഈ സഹായിച്ചവരും തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല. എങ്കിലും ആരോടും പരാതിപ്പെട്ടില്ല. 1654 അദ്ദേഹം മരിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു സ്നേഹ വിപ്ലവമായിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത്. ഒരു സ്നേഹ വിപ്ലവം. ഇങ്ങനെ
അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ 40 വർഷത്തോളം വലിയ പ്രചോദനം നൽകുന്ന ഒരു വിശുദ്ധനാണ്. ഇന്നും നമുക്ക് വളരെ പ്രസക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ മാതൃക പിടിച്ചെന്ന് ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ കഴിയട്ടെ. ഇന്നത്തെ മറ്റു വിശുദ്ധരുടെ പട്ടിക ഞാൻ ആ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.